പഠിക്കുന്ന സമയത്ത് ഒരു ക്ലാസ്സിലും എൻ്റെ പേരുള്ള ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. എന്നാൽ മിക്ക ക്ലാസ്സുകളിലും ഒരേ പേരിൽ ഒന്നിലധികം പേരുണ്ടായിരുന്നു. സൗമ്യ എന്ന പേരിലുള്ള കുറേയധികം ആളുകളുണ്ടായിരുന്നു. പ്രതിഭ എന്നും അരുൺ എന്നും അശ്വതി എന്നും പേരിലുള്ള ഒന്നിലധികം പേരുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പേരുകളിലൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ ഒന്നുകിൽ നമ്മൾ ഇനീഷ്യൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഹൈറ്റ് അനുസരിച്ചിട്ടോ അതും അല്ലെങ്കിൽ സ്ഥലപ്പേര് വെച്ചിട്ടോ ഇതൊന്നും അല്ലെങ്കിൽ നമ്മളായിട്ട് എന്തെങ്കിലും ഒരു പേര് ചാർത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ സൗമ്യക്കൊക്കെ നമ്മൾ ഇനീഷ്യൽ വെച്ചിട്ടായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. സൗമ്യ എസ്, സൗമ്യ കെ കെ, സൗമ്യ കെ എസ് അങ്ങനെ. അപ്പോൾ പ്രതിഭയ്ക്ക് 2 പ്രതിഭമാരായിരുന്നു. ഹൈറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഇവരെ കൊച്ചു പ്രതിഭയെന്നും വലിയ പ്രതിഭയെന്നും വിളിക്കുമായിരുന്നു. ഇന്നത്തെ ഈ ഒരു കേക്കിൽ ഒരു വീട്ടിലെ 2 കണ്ണന്മാരാണ്. കണ്ണന്മാരെ തെറ്റിപ്പോവാതിരിക്കാനായിട്ട് കേക്കിൽ കണ്ണൻ 2 എന്ന് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൻ ഫസ്റ്റും കണ്ണൻ സെക്കൻഡും ആണ് ആ ഒരു വീട്ടിൽ തന്നെ ഉള്ളത്. ഇങ്ങനെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കും രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്